തൃശൂരിൽ പീഡനക്കേസിൽ ജിം ട്രെയിനർ അറസ്റ്റിൽ. തൃശൂർ ചേർപ്പ് സ്വദേശി അജ്മലാണ് പോലീസിന്റെ പിടിയിലായത്. കൂർക്കാഞ്ചേരിയിലെ F2 ഫിറ്റ്നസ് സെന്ററിൽ വെച്ചാണ് 2 സ്ത്രീകളെ പീഡിപ്പിച്ചതെന്നാണ് കേസ്. സാനു കെ സജീവുണ്ട് വിവരങ്ങളുമായി. സാനു, ഈ ഫിറ്റ്നസ് സെന്ററിൽ എത്തിയ സ്ത്രീകളെയാണോ ഇയാൾ പീഡിപ്പിച്ചത്? ഇയാളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ായിട്ടുള്ള പരാതി ഉണ്ടായിരിക്കുന്നത് ജിം ട്രെയിനറായിട്ടുള്ള ചേർപ്പ് സ്വദേശി അജ്മലിനെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അതായത് ഈ യുവതികൾ നൽകിയിരിക്കുന്ന പരാതി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നും മറ്റൊരു യുവതി നൽകിയിരിക്കുന്ന മദ്യം നൽകി പീഡിപ്പിച്ചുവെന്നുമാണ്. എന്തായാലും ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇവർ ഈ ജിമ്മില് പരിശീലനത്തിനൊക്കെ പോയിരുന്നതാണ്. ഇദ്ദേഹമായിരുന്നു, ഈ അജ്മൽ എന്ന് പറയുന്ന ആളായിരുന്നു ഇവർക്ക് തുടർച്ചയായിട്ട് പരിശീലനമൊക്കെ ആ ജിമ്മിൽ കൊടുക്കാറുണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ള പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. പോലീസ് ഇതുമായി നൽകുന്ന വിവരം, അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, അവരുടെ പണമടക്കം അജ്മൽ അപഹരിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസിന്റെ പ്രാഥമിക ഘട്ട ചോദ്യം ചെയ്യലിലൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ ഇപ്പം നമ്മള് മലയാളികള് ആരോഗ്യ കാര്യത്തില് വളരെയധികം ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണ് എന്താണെന്ന് ചോദിച്ചാൽ ജിമ്മിൽ പോവുക എന്നുള്ളത്. അതിലിപ്പം ആണുങ്ങളെന്നോ പെണ്ണുങ്ങളെന്നോ ഒന്നും വേർതിരിവില്ലാതെ ഇപ്പോൾ സ്ത്രീയും പുരുഷനും എല്ലാം തന്നെ ജിമ്മിൽ പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം കടന്നു പോകുന്നത്. ജിമ്മിൽ പോകുന്നത് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ജിമ്മിൻ്റെ ആ മറവിൽ ഇപ്പോൾ ഒരുപാട് അനാശാസ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടുള്ള വാർത്തകൾ കുറേ നാളായിട്ട് കേൾക്കുന്നുണ്ട്. ജിമ്മിലെ ട്രെയിനർമാരെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ, സ്പായെ, അതുപോലെ തന്നെയുള്ള മസാജ് പാർലറുകൾ, അവിടെയൊക്കെ ഇതൊക്കെയാണ് പ്രവൃത്തികൾ നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ജിമ്മിനെയും ഉദ്ദേശിച്ച് പറയുന്നില്ല, കുറേയൊക്കെ അങ്ങനെയുള്ള വാർത്തകൾ വരുന്ന സമയത്ത് സ്ത്രീകൾ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയ്ക്കിടയിൽ പുതിയൊരു വാർത്തയും കൂടെ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഒരു ജിം ട്രെയിനറെ പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു യുവാവ് 2 സ്ത്രീകളുമായിട്ട് 2 സ്ത്രീകൾക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള പരാതിയാണ് ഈ യുവാവിൻ്റെ പേരിൽ വന്നിരിക്കുന്നത്. അജ്മൽ എന്നാണ് ഈ കക്ഷിയുടെ പേര്. അപ്പോൾ അജ്മലാണ് ഈ ജിമ്മിൻ്റെ ട്രെയിനർ. അപ്പം സ്ത്രീകൾക്ക് ഈ ജിമ്മന്മാരെയൊക്കെ കാണുമ്പോൾ അവരുടെ ആ ഒരു സൗന്ദര്യ ഒരു ബോഡി ഷേപ്പും മസിലും ഒക്കെ കാണുമ്പോഴത്തേക്കിന് വളരെ ആകർഷിക്കുന്ന കുറേ സ്ത്രീകളുണ്ട്. വളരെയധികം ഇത് കാണുമ്പോഴത്തേന് വളരെ ആകൃഷ്ടരായിട്ട് അതിലേക്ക് മയങ്ങി വീഴുന്ന സ്ത്രീകൾക്കാണ് ഇങ്ങനെയുള്ള ഒരു ചതിക്കുഴിയിലേക്ക് ചെന്ന് ചാടേണ്ടി വരുന്ന അവസ്ഥ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ 2 സ്ത്രീകൾക്ക് വന്നിട്ടുണ്ട്. അത് 2 പേർ ആണോ ഇനി അതിൽ കൂടുതലുണ്ടോ എന്നറിയത്തില്ല. 2 പേരാണ് ഇപ്പം ആ ഒരു വിവരം പുറത്തു വിട്ടിരിക്കുന്നത്. ചിലപ്പോൾ ഇതിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കാം. ചിലർ അത് നാണക്കേട് ഒക്കെ ആയിട്ട് നാണക്കേട് വരുമല്ലോ എന്നൊക്കെ ഓർത്ത് പേടിച്ചിട്ട് ചിലപ്പം മിണ്ടാതിരിക്കുന്നതായിരിക്കും. എന്തായാലും 2 പേരിപ്പം രംഗത്ത് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ജിമ്മിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് കൊടൈക്കനാലിലേക്ക് ടൂർ പോകും. അങ്ങനെ ഈ ജിമ്മിൻ്റെ ട്രെയിനറും ഈ സ്ത്രീകളും ഒക്കെ കൂടി അത് സ്ത്രീകൾ മാത്രം ഉള്ള ഒരു ജിമ്മാണെന്ന് എനിക്ക് തോന്നുന്നത്. സ്ത്രീകളെ മാത്രം ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്ന ഒരു ജിമ്മാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കുറേ സ്ത്രീകളുമായിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളുമായിട്ട് കൊടൈക്കനാലിലേക്ക് ഈ ജിമ്മന് ടൂറ് പോയപ്പോഴത്തേക്കിന് ആദ്യം ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി, അത് കഴിഞ്ഞ ശേഷം മറ്റേ ആൾക്ക് വിവാഹ വാഗ്ദാനം നൽകി. അപ്പോൾ ആദ്യത്തെ ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് വിവാഹിതയാണ്. അവരുടെ ഭർത്താവ് ഗൾഫിലാണ്. അപ്പോൾ അവർ ഓർത്തു, ഏതായാലും വല്ലപ്പോഴും ഒക്കെ അല്ലേ വരുള്ളൂ, എന്നാൽ നമുക്ക് അതുവരെ അഡ്ജസ്റ്റ് ചെയ്താക്കാം എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം ഈ ജിമ്മൻ്റെ വിവാഹ വാഗ്ദാനത്തിൽ മുഴുകുകയും ഇയാളുടെ ചതിയിലേക്ക് വീഴും. ചതിയെന്ന് നമുക്കിതിനെ പറയാൻ പറ്റില്ല. കാരണം അറിഞ്ഞുകൊണ്ട് 2 പേരും പരസ്പരം സമ്മതത്തോടു കൂടി അറിവോടുകൂടി ചെയ്യുന്ന ആ ലൈംഗിക പ്രക്രിയയ്ക്ക് ഒരിക്കലും അത് പീഡനമെന്നോ അല്ലെങ്കിൽ അതിനെ ചതിക്കുഴിയെന്നോ എന്നൊന്നും പറയാൻ പറ്റുകയില്ല. അപ്പോൾ അയാൾ കെണിയൊരുക്കി ഇവള് മനഃപൂർവ്വം അത് വീണത് തന്നെയാണ്. കാരണം വിവാഹിതയാണ്, ഭർത്താവ് ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്നു, കുടുംബത്തിന് വേണ്ടിയിട്ട് മാസം കിട്ടുന്ന ആ ഒരു ശമ്പളത്തിൽ ഉള്ള 3/4 ഭാഗവും കുടുംബത്തിന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ സ്ത്രീ
ഇത് മനഃപൂർവ്വം അയാളെ പിന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ജിമ്മൻ്റെ കെണിയിൽ വീണത് തന്നെയാണ്, ജിമ്മൻ്റെ അടുത്തേക്ക് വീണത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഈ തൽക്കാലത്തെ ആ ഒരു സൂക്കേട് മാറാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ ഇവൻ്റെ ആ വിവാഹ വാഗ്ദാനത്തിൽ പിന്നെ ആകൃഷ്ടയാവുകയും പരസ്പരം രണ്ടുപേരും സമ്മതത്തോടു കൂടി സെക്സിൽ ഏർപ്പെടുകയും ചെയ്തു. അതിനുശേഷം മറ്റേ പെൺകുട്ടിയെ അവർ വിവാഹിതയല്ലായിരുന്നു, അതിനെയും വിവാഹ വാഗ്ദാനം നൽകി. ആ പുള്ളിക്കാരത്തെയും ഇവൻ്റെ മസിലും ആ ഒരു ശരീര സൗന്ദര്യമൊക്കെ കണ്ടിട്ട് പിന്നെ ജിമ്മിൻ്റെ ട്രെയിനറൊക്കെയാണല്ലോ, അപ്പോൾ അയാളുടെ ആ ഒരു വിവാഹ വാഗ്ദാനത്തിലും വീണ് അവളും ഇയാൾക്ക് ശാരീരികമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഇവർക്ക് അതിനുശേഷം ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷമാണ് ഇവർക്കെന്തോ ഈ ജിമ്മൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ എന്തോ സ്വഭാവത്തിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടായിരിക്കാം ഇവർക്ക് ഇയാളോട് എന്തോ ഒരു സംശയം തോന്നി. അപ്പോൾ ഇവർ രണ്ടുപേരും, ഈ സ്ത്രീകൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനിടയായി. അപ്പോൾ ആ വിവാഹിതയായ സ്ത്രീ പറഞ്ഞു, എനിക്ക് അജ്മൽ വിവാഹ വാഗ്ദാനം തന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ സ്ത്രീ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കും തന്നിട്ടുണ്ട്, നീ വിവാഹം കഴിച്ചതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലാവുന്നത്. ഇവൻ അതൊരു നേരം പോക്കായിരുന്നു, അവൻ്റെ കാര്യം കാണാൻ വേണ്ടിയിട്ട്. അതും കൂടാതെ ഈ വിവാഹിതയായ സ്ത്രീ ഈ ഭർത്താവ് അയച്ചു തരുന്നതിൽ ഒരു വിഹിതം, ഒരു 5-6 ലക്ഷം രൂപ ഇവൻ പലതവണയായിട്ട് ഈ സ്ത്രീയുടെ നിന്ന് വാങ്ങിക്കുകയും ചെയ്തു, കടമായിട്ട് വാങ്ങിക്കുകയും ചെയ്തു. തനിക്ക് വിവാഹ വാഗ്ദാനമൊക്കെ നൽകി തന്നോട് അത്രയധികം സ്നേഹിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മനുഷ്യനാണല്ലോ എന്നും കരുതി ഇവള് ചോദിച്ചപ്പോൾ ഈ ഭർത്താവ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അയച്ചു കൊടുത്ത മണലാരണ്യത്തിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കി അയച്ചു കൊടുത്ത ആ പൈസയെ കൂട്ട് ഈ ജിമ്മിന് നൽകുകയും ചെയ്തു. അപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് രണ്ടുപേർക്കും ഇവൻ്റെ കെണിയാണ് എന്ന് മനസ്സിലായത്. ഇവന് തങ്ങളെ ട്രാപ്പ് ചെയ്തതായിരുന്നു, ഇവൻ മനഃപൂർവ്വം കരുതിക്കൂട്ടിയുള്ള ഇവൻ്റെ ചതിയായിരുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഈ അജ്മൽ എന്ന് പറഞ്ഞ ഈ ട്രെയിനറിൻ്റെ മേലെ പരാതി കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ വാർത്ത വന്നിരിക്കുന്നത് 2 യുവതികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ്. ഇതിലെങ്ങനെയാണ് പീഡനമാകുന്നത്? രണ്ടുപേരും പരസ്പരം സമ്മതത്തോടു കൂടി ഇവർ തമ്മിൽ സെക്സിൽ ഏർപ്പെട്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്ത്രീകളുടെ മേൽ മാത്രം കുറ്റമാകുന്നത്? രണ്ടുപേരും കുറ്റക്കാരാണ്. ഇതിൽ പീഡനം എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ അങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ട്. വിവാഹിതയായിട്ടുള്ള സ്ത്രീകൾ ഇതുപോലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ട് പീഡനം എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും കേസാകുകയില്ല എന്നുള്ള ഒരു നിയമം വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് കേട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള നിയമം നിലനിൽക്കുമ്പോൾ ഇങ്ങനെ ഒരിക്കലും അത് പീഡനമായിട്ട് വരികയില്ല. ഇപ്പം കുറേ സ്ത്രീകളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വെച്ചാൽ അവർ പരസ്പരം സമ്മതത്തോടു കൂടി ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞതിന് ശേഷം ഈ പുരുഷന് തേച്ചിട്ട് പോകും, ഇവളെ വേണ്ടാതാകും. കുറച്ച് നാൾ കഴിയുമ്പം ഇവളെ മടുക്കും. കാരണം വിവാഹിതയും കൂടി ആകുമ്പോൾ അയാൾക്കറിയാം അത് കുറച്ച് കഴിയുമ്പോഴത്തേന് അത് വേറെ ഒരാളുടെ ഭാര്യയാണ്, അതിനുള്ള ഇത്രയൊക്കെ ഉള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ വിവാഹിത അല്ലെങ്കിലും കൂടെ ഇപ്പം ആത്മാർത്ഥ പ്രണയം എന്നൊക്കെ പറയുന്നത് അതൊക്കെ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ചതിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കാശിന് വേണ്ടിയിട്ടോ ശാരീരികമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിനോടുള്ള താല്പര്യം കൊണ്ടോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കുറച്ച് നാളത്തെ ആ ഒരു സുഖം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് വേണ്ടെന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കിന് ഈ സ്ത്രീകൾ എന്ത് ചെയ്യും? ഈ സ്ത്രീകൾ നേരെ ചെല്ലുകയാണ് കേസുമായിട്ട്. എന്നെ പീഡിപ്പിച്ചു, അവിടെ കൊണ്ടുപോയി എന്നെ ഹോട്ടൽ മുറിയെടുത്തു, പീഡിപ്പിച്ചു എന്ന്. ഇതെങ്ങനെയാണ് ഇവർ പീഡിപ്പിക്കുന്നത്? ഇവർ രണ്ടുപേരും കൂടെ കൊടൈക്കനാലിൽ ടൂറ് പോയേക്കുന്നതാണ്. ഈ ഒരു ജിമ്മിൽ പോകുന്നത് മര്യാദയുള്ള സ്ത്രീകളാണെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്ത് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാനാണ് നോക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ മറവിൽ ഈ ഒരു പുരുഷൻ്റെ കൂട്ടത്തിൽ ടൂറ് പോയി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഹോട്ടലിൽ മുറിയെടുത്ത് ഇതുപോലുള്ള ബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടതിന് ശേഷം പിന്നീട് അവൻ വേണ്ടെന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കിന് പീഡനമാണെന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവളുമാർക്കിട്ടാണ് അടി കൊടുക്കേണ്ടത്. അപ്പോൾ എന്നിട്ട് പിന്നെ ഇപ്പം പൊക്കി പിടിച്ചുകൊണ്ട് വരികയാണ്. ഇത് നിങ്ങൾക്ക് നാണവും മാനവും ഇല്ലാത്തതാണ്. വളരെയധികം ഇത് കേൾക്കുമ്പം തന്നെ നമുക്ക് വെറുപ്പ് തോന്നുന്ന ഒരു വാർത്ത. കാരണം ഇവർ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെന്നിട്ട് ഈ വിവാഹം കഴിച്ച ഈ സ്ത്രീ ഉൾപ്പെടെ ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ഏർപ്പെട്ട് ഈ ജിമ്മിൽ പോയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയതിന് ശേഷം ഇപ്പോൾ എന്നെ ചതിച്ചു, എന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഈ കേസ് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട്, സ്വയം നാറാൻ വേണ്ടിയിട്ട്, കേസുമായിട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് ഇവർക്കൊന്നും നാണമില്ലാത്തത് വളരെയധികം ഇത് കേട്ടിട്ട് തന്നെ വെറുപ്പും അതുപോലെ തന്നെ അറപ്പും തോന്നുന്ന ഒരു വാർത്തയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ജിമ്മിൽ ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള
പ്രവൃത്തികളൊക്കെ കാണും. പക്ഷേ അതിൽ വീഴാതെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നതിന് വീട്ടമ്മമാരും അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളുമൊക്കെ ഒരുപാട് പേര് പോകുന്നുണ്ട്. അതൊക്കെ വർക്കൗട്ടിന് പോകുന്ന ശരിയായ രീതിയിൽ അവർ പോയി വർക്കൗട്ട് ചെയ്ത് അവരുടെ വീട്ടിലേക്ക് വരിക. അല്ലാതെ ഇത് പിന്നെ ഇങ്ങനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ അവിടെ കാണും. സ്ത്രീകളും പുരുഷന്മാരും ഉള്ള ജിമ്മുണ്ട്, സ്ത്രീകൾ മാത്രമുള്ളതുണ്ട്. അപ്പോൾ ഇവര് ഇങ്ങനെയൊക്കെ ട്രെയിനിങ് ചെയ്യുന്ന ആളുകൾ ചിലരൊക്കെ ഇങ്ങനെയുള്ള ആളുകളായിരിക്കും. കാരണം നമ്മൾ കുറേ വാർത്തകൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇതിനു മുമ്പും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ടും ഇതുപോലെ ചെന്നിട്ട് മനഃപൂർവ്വം ചെന്നിട്ട് ചാടിയിട്ട് ഇതിപ്പം പീഡനമാണ്, ചതിച്ചു, തേച്ചിട്ട് പോയി, അല്ലെങ്കിൽ പൈസ മേടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുമ്പോൾ ഈ പരാതി വിലപ്പോകരുതെന്ന് തന്നെയാണ് ഇതിന് പറയാനുള്ളത്. ഇതിങ്ങനെ ഒരു വലിയ കൊട്ടിഘോഷിച്ചു വരേണ്ട വാർത്തയുമല്ല. കാരണം മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെന്ന് ചാടിയതാണ്. അതും ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പൈസ മുഴുവനും ഇവനെ തീറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ചോദിച്ചപ്പോഴത്തേന് എടുത്തു കൊടുത്ത ആ ഒരുത്തിയുണ്ട്. അതുപോലെ തന്നെ വിവാഹം വാഗ്ദാനം നൽകിയെന്നും പറഞ്ഞുകൊണ്ട് കൊടൈക്കനാലിൽ ടൂർ പോയി അന്നേരം തന്നെ പോയി അവനുമായിട്ട് ശാരീരികമായിട്ടുള്ള ബന്ധത്തിലേർപ്പെട്ട ഒരു യുവതിയുമുണ്ട്. അപ്പോൾ ഇവരൊക്കെ മനഃപൂർവ്വം ചെയ്തിരിക്കുന്ന തെറ്റാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒട്ടും ഇവർ പറയുന്ന കാര്യങ്ങളോട് യോജിക്കാൻ പറ്റുന്നതല്ല. ഇവർ കൊടുത്തിരിക്കുന്നത് പീഡനം ആകുകയില്ല. കാരണം പീഡനം എന്ന് പറയുമ്പോൾ എവിടെയും നമ്മൾ ഒരു കൊച്ചുകുട്ടീനെയൊക്കെ ചിലപ്പോൾ വലിച്ചഴച്ചുകൊണ്ട് പോയി ഇതുപോലെ ശാരീരികമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടു, അങ്ങനെയൊക്കെയാണെങ്കിൽ അത് പീഡനം എന്ന് പറയാം. ഇതിപ്പോൾ ഇത്രയും പ്രായമുള്ള തള്ളേരെയും ഈ എല്ലാ കാര്യവും അറിഞ്ഞുകൊണ്ട് മനസ്സിൽ ഇവർ കൊടൈക്കനാലിൽ ടൂറും പോയിട്ട് സുഖിച്ചിട്ട് വന്നിട്ട് ഇപ്പം പീഡനമാ തന്നെ തേച്ചിട്ട് പോയി, വിവാഹ വാഗ്ദാനം നൽകി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഈ ഒരു വാർത്തയിൽ ഒട്ടും കഴമ്പുള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വാർത്തയെക്കുറിച്ചുള്ള വിവരങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.